വെൽക്കം ബാക്ക് ടു OP 11.0. നമുക്കറിയാം ഓറിയന്റേഷൻ പ്രോഗ്രാമിന്റെ 8 സെഷൻസ് വരെ കംപ്ലീറ്റഡ് ആണ്. ഇന്ന് നമ്മൾ 9th സെഷനിലാണ് എത്തി നിൽക്കുന്നത്. ഇന്ന് നമ്മൾ കവർ ചെയ്യുന്നത് സിലബസ് ഡീകോഡിംഗ് ക്ലിനിക്സ് ആണ്. അതായത് BCA കോഴ്സിൽ ഫസ്റ്റ് ഇയറിൽ കംപ്ലീറ്റ്ലി കവർ ചെയ്യുന്ന സബ്ജക്റ്റുകൾ, ഫസ്റ്റ് സെമ്മിലും സെക്കൻഡ് സെമ്മിലും വരുന്ന സബ്ജക്റ്റുകളുടെ ഒരു ഇൻ ഡെപ്ത് അനാലിസിസ് ആണ് ഇന്നത്തെ ഈ സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇന്ന് നമ്മളോടൊപ്പം ഈ സെഷനിൽ ജോയിൻ ചെയ്തിട്ടുള്ളത് കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിലെ ദുർഗ മാമും അതോടൊപ്പം നിമിഷ മാമും നമ്മളോടൊപ്പം ഈ സെഷനിലേക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട്. വെൽക്കം ഓൾ. അപ്പം നമ്മൾ ഇഗ്നോ സിലബസ് ഡീകോഡിംഗ് സെഷൻ ആണ് BCAയുടെ ഫസ്റ്റ് സെം ആൻഡ് സെക്കൻഡ് സെം ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മൾ ഈ ഒരു സെഷനിൽ ഓരോ സബ്ജക്ട് സ്പെസിഫിക് ആയിട്ട് നമുക്ക് ഇഗ്നോയിൽ നമ്മൾ കോമൺലി കേൾക്കുന്ന ഒരു ടേമാണ് കോഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അലോട്ട് ചെയ്തിട്ടുള്ള ഓരോ സബ്ജക്റ്റിനെയും നമ്മളുടെ ഇഗ്നോ സിലബസ് പ്രകാരം പറയുന്നത് കോഴ്സസ് എന്നാ. അപ്പൊ ഫസ്റ്റ് ഇയർ നമ്മൾ എടുക്കുമ്പോൾ ഫസ്റ്റ് സെമ്മിൽ നമുക്ക് ടോട്ടലി 5 കോഴ്സസ് ആ വരുന്നത്, അതായത് 5 സബ്ജക്ട്സ്. അപ്പം ഓരോ കോഴ്സിനെയും ഓർഗനൈസ് ചെയ്തിട്ടുള്ളത് ഡിഫറെന്റ് ബ്ലോക്സ് ആയിട്ടാണ്. നമുക്ക് കോമൺലി 2 to 4 ബ്ലോക്സ് ആയിരിക്കും മിക്ക സബ്ജക്റ്റിനും ഉണ്ടാകുക. അപ്പം ഓരോ ബ്ലോക്കിലും സിമിലർ ആയിട്ടുള്ള കണ്ടന്റ്സ് ആയിരിക്കും ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പം ഓരോ ബ്ലോക്കിലും നമുക്കൊരു 3 to 4 യൂണിറ്റ്സ് ആയിരിക്കും കോമൺലി ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ നമുക്ക് ക്രെഡിറ്റ് ബേസ്ഡ് സിസ്റ്റം ആണ്. ക്രെഡിറ്റ് വാല്യൂവിന്റെ ബേസിസിലായിരിക്കും സബ്ജക്ട് വെയിറ്റേജ് യൂണിവേഴ്സിറ്റി അലോട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പം ഇന്നത്തെ ഈ സെഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അണ്ടർസ്റ്റാൻഡ് ദ സ്ട്രക്ചർ, അതായത് ഓരോ കോഴ്സിന്റെയും ഇൻ ഡെപ്തിൽ ബ്ലോക്ക് വൈസ് യൂണിറ്റ് വൈസ് നമുക്ക് അനലൈസ് ചെയ്യാനും ലേൺ വൈസിൽ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് ഏതൊക്കെയാണ്, ആ റിസോഴ്സസിനെ നമുക്ക് എങ്ങനെ ഹെൽപ്ഫുൾ ആയിട്ട് ഫ്രൂട്ട്ഫുൾ ആയിട്ട് യൂസ് ചെയ്യാം, അതുവഴി നമുക്ക് എങ്ങനെ ഒരു ബെറ്റർ നല്ല രീതിയിലുള്ള ഒരു വിജയത്തോടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാം, ഈ കാര്യങ്ങളായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാകുക. അണ്ടർസ്റ്റാൻഡിങ് ദ ഇഗ്നോ സ്ട്രക്ചർ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളുടെ സിലബസിനെ പറ്റിയിട്ടൊരു ഇൻ ഡെപ്ത് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ പ്രോഗ്രാം സിലബസ് ഓവർവ്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്നത്തെ സെഷനിൽ നമ്മൾ സെമസ്റ്റർ 1 ആൻഡ് സെമസ്റ്റർ 2 കവർ ചെയ്യുന്ന സബ്ജക്ട്സിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സബ്ജക്ട് ഡീകോഡിംഗ് ഉണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് ഏതൊക്കെയാണ്, അതെങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. നമ്മളുടെ പ്രോഗ്രാം കോഡ് BCA ന്യൂ ആണ്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് സെമസ്റ്റർ വൈസ് സിസ്റ്റം ആണ്. ഒരു എൻറ്റയർ ഇയറിനെ 2 സെമസ്റ്റേഴ്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ള 6 മന്ത്സ് വരുന്ന സെമസ്റ്റേഴ്സ് ആയിട്ട്. അപ്പോൾ ഓരോ സെമസ്റ്ററിലും നമുക്ക് പർട്ടിക്കുലർ നമ്പർ ഓഫ് കോഴ്സസ് അഥവാ സബ്ജക്ട്സുകൾ കംപ്ലീറ്റ് ചെയ്യാനുണ്ടാവും. ഓരോ കോഴ്സിലും ഡിഫറെന്റ് ബ്ലോക്സ് ആയിട്ടായിരിക്കും ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഓരോ ബ്ലോക്കിനെയും സബ് യൂണിറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഉണ്ട്. അപ്പം നമുക്ക് തിയററ്റിക്കൽ ഓറിയന്റഡ് ആയിട്ടുള്ള കോഴ്സസ് ഉണ്ട്, അതുപോലെ തന്നെ പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിട്ടുള്ള കോഴ്സുകളും ഉണ്ട്. അപ്പം നമ്മളുടെ ആ ഒരു സിലബസ് എടുക്കുമ്പോൾ ഓരോ സബ്ജക്റ്റിനും ഓരോ കോഡ് കൊടുത്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ MCS 201. അപ്പൊ അതില് MCS അതൊരു പ്രിഫിക്സ് ആയിട്ട് കൊടുത്തേക്കുന്നതാണ്. ഈ പ്രിഫിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് ഏത് ഡിസിപ്ലിനെ അല്ലെങ്കിൽ ഏത് സ്കൂളിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന എന്നുള്ള. അപ്പൊ MCS കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത് മാസ്റ്റർ ഓഫ് കമ്പ്യൂട്ടർ സയൻസ് എന്നുള്ള. അപ്പം ആ ഒരു സ്കൂളിലാണ്, ഇഗ്നോയിൽ ആ ഒരു സ്കൂളിൽ നിന്നാണ് ഈ ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ ഒരു നമ്പർ ഡിനോട്ട് ചെയ്യുന്നുണ്ട് 201. അത് ഓരോ സബ്ജക്റ്റിനെ യുണീക്ക് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അലോട്ട് ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ MCS L എന്ന് പറഞ്ഞിട്ട് നമുക്ക് ചില സബ്ജക്ട്സിന് ഡിനോട്ട് ചെയ്തിട്ടുള്ളതായിട്ട് കാണാം കോഡിൽ. ആ L കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത് ലാബാണ്. ഓക്കെ, ഈ ഒരു കാര്യം പ്രത്യേകം നോട്ട് ചെയ്യാം. അപ്പൊ നമുക്കറിയാം, നമ്മൾ ഓൾറെഡി പറഞ്ഞു ഓരോ കോഴ്സസ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ MCS 201 അതൊരു കോഴ്സാണ്. ആ ഒരു കോഴ്സിലെ ഡിഫറെന്റ് ബ്ലോക്ക് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പൊ ബ്ലോക്ക് 1 ആൻഡ് ഇൻട്രൊഡക്ഷൻ ടു C. അപ്പം ആ ഒരു ബ്ലോക്കിനകത്ത് ഡിഫറെന്റ് യൂണിറ്റ്സ്, ഇവിടെ നമുക്ക് ഈ ഒരു ബോക്സിൽ നോക്കിക്കഴിഞ്ഞാൽ അത് കാണാനായിട്ട് പറ്റും. യൂണിറ്റ് 1 അതായത് പ്രോഗ്രാമിംഗ് ഇൻ സിയിലെ സ്പെസിഫിക് ആയിട്ടുള്ള യൂണിറ്റ്സ് ആണ്. യൂണിറ്റ് 1 പ്രോഗ്രാമിംഗ് ഫണ്ടമെന്റൽസ് വരുന്നു. യൂണിറ്റ് 2 ഡേറ്റ ടൈപ്സ്, ഓപ്പറേറ്റേഴ്സ്, എക്സെട്ര. അങ്ങനെ ഇതേ രീതിയിലാണ് ഓരോ കോഴ്സിലും ബ്ലോക്ക് വൈസ് നമ്മളുടെ സിലബസ് ഓർഗനൈസ് ചെയ്തിട്ടുള്ളത്.
ഓക്കെ, നമ്മൾ ഓൾറെഡി പറഞ്ഞു ക്രെഡിറ്റ് ബേസ്ഡ് സിസ്റ്റം ആണ്. ടിപ്പിക്കലി 2 to 4 ക്രെഡിറ്റ്സ് ആയിരിക്കും മിക്ക സബ്ജക്ട്സിനും ഉണ്ടാകുക. തിയറി കോഴ്സസിനാണ് 4 ക്രെഡിറ്റ്സ് കോമൺലി അലൗട്ട് ചെയ്യുന്നത്. ലാബ് സെഷൻസിന് നമുക്ക് കോമൺലി 2 ക്രെഡിറ്റ്സ് ആണ് അലൗട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ 1 ക്രെഡിറ്റ് എന്ന് പറയുന്നത് 30 hours ഓഫ് സ്റ്റഡി ആണ്. അപ്പൊ 4 ക്രെഡിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ആ ഒരു എൻറ്റയർ സെമസ്റ്ററിൽ 4 into 30 ഓൾമോസ്റ്റ് ഒരു 120 hours ആണ് ആ ഒരു സബ്ജക്റ്റിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യേണ്ട. 2 ക്രെഡിറ്റ്സ് വരുമ്പോൾ 60 hours. ഈ ഒരു രീതിയിൽ നമ്മൾ കവർ ചെയ്യേണ്ടതാണ്. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് സിലബസ് ഡിക്കോഡിംഗ് ലെജൻഡ്സ്. ആ ഒരു ഏരിയയിൽ നമുക്ക് കോഴ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. ഓരോ സബ്ജക്റ്റിനെ നമ്മൾ കോഴ്സസ് എന്നാ പറയുന്നത്. കോഴ്സസിന്റെ അണ്ടറിൽ ബ്ലോക്സ് ഉണ്ടായിരിക്കും, ബ്ലോക്കിന്റെ അണ്ടറിലായിരിക്കും യൂണിറ്റ്സ്. ഓക്കെ, നമുക്ക് തിയറി പേപ്പേഴ്സ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ലാബ് പേപ്പേഴ്സ് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സെമസ്റ്റർ, അതായത് ഫസ്റ്റ് ഇയറിൽ കവർ ചെയ്യുന്ന സബ്ജക്റ്റുകളുടെയാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ടോട്ടൽ കോഴ്സസ് അക്രോസ് ബോത്ത് സെമസ്റ്റേഴ്സ് എന്ന് പറയുന്നത് 11 ആണ്. 11 കോഴ്സുകളാണ് 2 സെമസ്റ്ററിലായിട്ട് കവർ ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ 38 ക്രെഡിറ്റ്സ് ആണ് ടോട്ടൽ ക്രെഡിറ്റ്സ് വരുന്നത്. ഫസ്റ്റ് സെമ്മിൽ 18 ക്രെഡിറ്റ്സ്, സെക്കൻഡ് സെമ്മിൽ 20 ക്രെഡിറ്റ്സ്. അങ്ങനെ ടോട്ടൽ നമുക്ക് വരുന്നത് 38 ക്രെഡിറ്റ്സ് ആണ്. ഇപ്പൊ ഫസ്റ്റ് സെമ്മിൽ കവർ ചെയ്യുന്ന പേപ്പേഴ്സ് ആണ് നമ്മൾ ഇനിഷ്യലി നോക്കാൻ പോകുന്നത്. സെമസ്റ്റർ 1 ഫസ്റ്റ് വൺ വരുന്നത് BCS 011 കമ്പ്യൂട്ടർ ബേസിക്സ് ആൻഡ് PC സോഫ്റ്റ്വെയർ, BCS 012 ബേസിക് മാത്തമാറ്റിക്സ്, BCSL 013 കമ്പ്യൂട്ടർ ബേസിക്സ് ലാബ്. നെക്സ്റ്റ് വൺ BVA 181 എൻവയോൺമെന്റൽ സ്റ്റഡീസ്. നെക്സ്റ്റ് വൺ BEGLA 136 ഇംഗ്ലീഷ് അറ്റ് വർക്ക് പ്ലേസ്. അങ്ങനെ ടോട്ടൽ 4 തിയറിയും ഒരു ലാബും ആണ് ഫസ്റ്റ് സെമ്മിൽ നമ്മൾ കവർ ചെയ്യുന്നത്. ഇനി സെക്കൻഡ് സെമ്മിലേക്ക് വരുമ്പോൾ FEG 02 ഫൗണ്ടേഷൻ കോഴ്സ് ഇൻ ഇംഗ്ലീഷ് 2, MCS 201 പ്രോഗ്രാമിംഗ് ഇൻ C and Python, MCS 202 കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ, MCS 203 ഓപ്പറേറ്റിംഗ് സിസ്റ്റം. നെക്സ്റ്റ് വൺ MCSL 204 and 205 ലാബാണ്, OS ലാബാണ്, വിൻഡോസ് ആൻഡ് ലിനക്സ് ലാബാണ് വരുന്നത്. ഓക്കെ, ഇതാണ് നമ്മൾ ഫസ്റ്റ് സെമ്മും സെക്കൻഡ് സെമ്മും കവർ ചെയ്യുന്ന സബ്ജക്റ്റുകൾ. ഇനി ഇതിനെ പറ്റി ഇൻ ഡീറ്റെയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. സെമസ്റ്റർ 1 നമ്മൾ ഓൾറെഡി പറഞ്ഞു BCS 011 കമ്പ്യൂട്ടർ ബേസിക്സ് ആൻഡ് PC സോഫ്റ്റ്വെയർ തിയറി പേപ്പർ ആണ്. 4 ക്രെഡിറ്റ്സ് ആണ് അലോട്ട് ചെയ്തിട്ടുള്ളത്. BCS 012 ബേസിക് മാത്തമാറ്റിക്സ് തിയറി പേപ്പർ ആണ്, 4 ക്രെഡിറ്റ്സ് ആണ്. BCSL 013 ലാബ് ആണ്, കമ്പ്യൂട്ടർ ബേസിക്സ് ആൻഡ് PC സോഫ്റ്റ്വെയറിന്റെ. അതിൽ 2 ക്രെഡിറ്റ്സ് ആണ് വരുന്നത്, ലാബ് സെഷൻ ആയിരിക്കും അത്. നെക്സ്റ്റ് വൺ BVA 181 എൻവയോൺമെന്റൽ സ്റ്റഡീസ് തിയറി 4 ക്രെഡിറ്റ്സ് ആണ് വരുന്നത്. നെക്സ്റ്റ് BEGLA 136 ഇംഗ്ലീഷ് അറ്റ് വർക്ക് പ്ലേസ് തിയറി പേപ്പർ ആണ്, 6 ക്രെഡിറ്റ്സ് ആണ് അലോട്ട് ചെയ്തത്. ടോട്ടൽ 18 ക്രെഡിറ്റ്സ് ആണ് ഫസ്റ്റ് സെമ്മിൽ കവർ ചെയ്യുന്നത്. സെക്കൻഡ് സെമ്മിലേക്ക് വരുമ്പോൾ FEG 02 ഫൗണ്ടേഷൻ കോഴ്സ് ഇൻ ഇംഗ്ലീഷ് 2 തിയറി പേപ്പർ ആണ്, 4 ക്രെഡിറ്റ്സ് ആണ്. MCS 202 കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ തിയറി ആണ്, 4 ക്രെഡിറ്റ്സ്. MCS 203 ഓപ്പറേറ്റിംഗ് സിസ്റ്റം തിയറി 4 ക്രെഡിറ്റ്സ്. MCS 201 പ്രോഗ്രാമിംഗ് ഇൻ C and Python 4 ക്രെഡിറ്റ്സ്. ഇത്രയും തിയറി പേപ്പേഴ്സ് ആണ്, 4 തിയറി പേപ്പേഴ്സ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് വരുന്ന 2 ലാബാണ്. ഫസ്റ്റ് വൺ MCSL 0204 വിൻഡോസ് ആൻഡ് ലിനക്സ് ലാബ് സെഷൻസ് ആണ് അത് വരുന്നത്. നെക്സ്റ്റ് വൺ MCSL 205 C and Python ലാബ്. ഈ ലാബ് സെഷൻസിന് നമുക്ക് 2 ക്രെഡിറ്റ്സ് വീതമാണ് വരുന്നത്. ഓക്കെ, അങ്ങനെ 4 തിയറിയും 2 ലാബും ആണ് സെക്കൻഡ് സെമ്മിൽ വരുന്നത്. അപ്പൊ ലാബിന്റെ കേസിൽ നമ്മൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ലാബ് സെഷൻസ് സ്റ്റഡി സെന്ററിൽ പോയിട്ട് ഓഫ്ലൈൻ ആയിട്ട് തന്നെ അറ്റൻഡ് ചെയ്യണം. ബിക്കോസ് നമുക്ക് ലാബിന് 70% അറ്റൻഡൻസ് മാൻഡേറ്ററി ആണ്. ലാബിന് 70% അറ്റൻഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് യൂണിവേഴ്സിറ്റി എക്സാം അപ്പിയർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പം നമ്മൾ മെയിൽ ത്രൂ ആയിരിക്കും നമുക്ക് ഈ സ്റ്റഡി സെന്റേഴ്സിൽ നിന്നുള്ള അപ്ഡേറ്റ്സ് എല്ലാം തന്നെ വരുന്നത്. അപ്പം ഫ്രീക്വന്റ് ആയിട്ട് വീക്ക്ലി ഒരു ട്വൈസ് എങ്കിലും നമ്മളുടെ ഇമെയിൽ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സിറ്റിയിൽ കൊടുത്തിട്ടുള്ള ആ ഒരു ഇമെയിൽ ID കയറിയിട്ട് നമുക്ക് എന്തെങ്കിലും നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ടോ
എന്നുള്ള കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ ലാബ് സെഷൻസ് മസ്റ്റ് ആയിട്ട് സ്റ്റഡി സെന്ററിൽ പോയിട്ട് തന്നെ അറ്റൻഡ് ചെയ്യണം. 70% അറ്റൻഡൻസ് മാൻഡേറ്ററി, എങ്കിലേ ലാബിന്റെ യൂണിവേഴ്സിറ്റി എക്സാം നമുക്ക് അപ്പിയർ ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പം സെമസ്റ്റർ 1 ടോട്ടൽ 18 ക്രെഡിറ്റ്സ്, സെമസ്റ്റർ 2 20 ക്രെഡിറ്റ്സ്. ഈ ഒരു രീതിയിലാണ് 38 ക്രെഡിറ്റ്സ് വരുന്നത്. അപ്പൊ ടോട്ടൽ നമ്മളുടെ പേപ്പേഴ്സ് കൺസിഡർ ചെയ്യുമ്പോൾ 8 കോഴ്സസ് വരുന്നത് തിയറി കോഴ്സസും 3 കോഴ്സസ് വരുന്നത് ലാബും ആണ് ഫസ്റ്റ് ഇയറിൽ. നമ്മൾ ഡീപ്പ് ഡീകോഡിങ്ങിലേക്ക് പോവാണ്. അപ്പം ഫസ്റ്റ് പേപ്പർ കമ്പ്യൂട്ടർ ബേസിക്സ് ആൻഡ് PC സോഫ്റ്റ്വെയർ BCS 011, അതുപോലെ തന്നെ BCS 111 എന്ന് പറയുന്നതും കമ്പ്യൂട്ടർ ബേസിക്സ് ആൻഡ് PC സോഫ്റ്റ്വെയർ തന്നെയാണ്. 3 ബ്ലോക്സ് ആണ് കവർ ചെയ്യുന്നത്. 4 ക്രെഡിറ്റ്സ് ആണ് വരുന്നത്. 12 യൂണിറ്റ്സ് ആയിരിക്കും ഈ ഒരു സബ്ജക്റ്റിൽ നമുക്ക് പഠിക്കാനുണ്ടാവുക. നമുക്ക് ഓരോ ബ്ലോക്ക് വൈസ് നോക്കാം. ബ്ലോക്ക് 1 ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ. അതില് കമ്പ്യൂട്ടർ, their origin and applications, functioning of a computer, memory system, input output devices, my personal computer. ഇത്ര ഏരിയാസ് ആയിരിക്കും ബ്ലോക്ക് 1 ഹാർഡ്വെയർ ആണ് ബ്ലോക്ക് 1 കവർ ചെയ്യുന്നത്. ബ്ലോക്ക് 2 വരുമ്പോൾ സോഫ്റ്റ്വെയർ ആണ് പഠിക്കാനുള്ളത്. ബ്ലോക്ക് 2 ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ, സോഫ്റ്റ്വെയർ എവല്യൂഷൻ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം, കോൺസെപ്റ്റ്സ് ഇൻ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ്. ബ്ലോക്ക് 3 വരുമ്പോൾ ഇന്റർനെറ്റ് ടെക്നോളജീസ്, അതിൽ നെറ്റ്വർക്കിംഗ് ആൻഡ് ഇന്റർനെറ്റ്, വെബ് ആപ്ലിക്കേഷൻസ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ്. അപ്പൊ അതിൽ നമ്മൾ എമർജിംഗ് ട്രെൻഡ്സ്, IT ഫീൽഡിലെ എമർജിംഗ് ട്രെൻഡ്സ് ഒക്കെ ഇതിൽ കവർ ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, സെക്കൻഡ് വൺ BCS 012 മാത്തമാറ്റിക്സ്, ബേസിക് മാത്തമാറ്റിക്സ്. 4 ക്രെഡിറ്റ്സ് ആണ്, 4 ബ്ലോക്സ് ആണ് വരുന്നത്. 16 യൂണിറ്റ്സ് ആണ് മാത്സിന്റെ കേസിൽ നമുക്ക് വരുന്നത്. ബ്ലോക്ക് 1 ഓൾജിബ്ര 1, അതിൽ ഡിറ്റർമിനൻസ്, മെട്രിക്സ് 1, മെട്രിക്സ് 2, മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ, ഇത്ര ഏരിയ കവർ ചെയ്യും. ബ്ലോക്ക് 2 ഓൾജിബ്ര സെക്കൻഡ് പാർട്ടില് സീക്വൻസ് ആൻഡ് സീരീസ്, കോംപ്ലക്സ് നമ്പർ, ഇക്വേഷൻസ്, ഇൻഇക്വാളിറ്റീസ്. ബ്ലോക്ക് 3 കാൽക്കുലസ് ആണ്, അതിൽ ഡിഫറൻഷ്യൽ കാൽക്കുലസ്, സിമ്പിൾ ആപ്ലിക്കേഷൻസ് ഓഫ് ഡിഫറൻഷ്യൽ കാൽക്കുലസ്, ഇന്റഗ്രേഷൻ, ആപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽ കാൽക്കുലസ്. ഇത്ര ഏരിയ കവർ ചെയ്യും. ബ്ലോക്ക് 4 വെക്ടേഴ്സ് ആൻഡ് 3D ജോമെട്രി, അതിൽ വെക്ടർ 1 ആൻഡ് വെക്ടർ 2, 3-dimensional geometry 1, ലീനിയർ പ്രോഗ്രാമിംഗ്. ഇത്ര ഏരിയാസ് ആണ് നമ്മളുടെ BCS 012 കവർ ചെയ്യുക. ഇനി ലാബ് BCSL 013 കമ്പ്യൂട്ടർ ബേസിക്സ് ആൻഡ് PC സോഫ്റ്റ്വെയർ ലാബ് 2 ക്രെഡിറ്റ്സ് ആണ്, ഒറ്റ ബ്ലോക്കേ വരുന്നുള്ളൂ. 6 യൂണിറ്റ് ആണ് നമുക്കിവിടെ കവർ ചെയ്യുന്നത്. ഇതില് ബ്ലോക്ക് 1 ലാബ് കോഴ്സിൽ യൂണിറ്റ് 1 ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അതിൽ വിൻഡോസ് ആൻഡ് ലിനക്സ് 2 ഓപ്പറേറ്റിംഗ് സിസ്റ്റം കവർ ചെയ്യും. യൂണിറ്റ് 2 വേർഡ് പ്രോസസ്സിംഗ്, മൈക്രോസോഫ്റ്റ് വേർഡ് ആയിരിക്കും ഇതിൽ കവർ ചെയ്യുന്നുണ്ടാവുക. യൂണിറ്റ് 3 വരുമ്പം സ്പ്രെഡ്ഷീറ്റ്, യൂണിറ്റ് 4 പവർ പോയിന്റ്, യൂണിറ്റ് 5 ഇമെയിൽ, യൂണിറ്റ് 6 ബ്രൗസിംഗ് ആൻഡ് ഡിസ്കഷൻ ഫോറം. ഇനി നമ്മൾ നോക്കുന്നത് നെക്സ്റ്റ് കോഴ്സ് ആണ് BVA 181 എൻവയോൺമെന്റൽ സ്റ്റഡീസ്. 4 ക്രെഡിറ്റ്സ്, 4 ബ്ലോക്സ്, 14 യൂണിറ്റ്സ്, 14 യൂണിറ്റ്സ് ആണ് ഇവിടെ വരുന്നത്. അതിൽ ബ്ലോക്ക് 1 ഇൻട്രൊഡക്ഷൻ ടു എൻവയോൺമെന്റ്, അതിൽ ഓവർവ്യൂ അവർ എൻവയോൺമെന്റ് വരും. അതുപോലെ എക്കോസിസ്റ്റം, മേജർ എക്കോസിസ്റ്റം, ഇത്രയാണ് ബ്ലോക്ക് 1 കവർ ചെയ്യുന്നത്. ബ്ലോക്ക് 2 നാച്ചുറൽ റിസോഴ്സസ്, അതിൽ ലാൻഡ് ആൻഡ് വാട്ടർ റിസോഴ്സസ്, ഫോറസ്റ്റ് റിസോഴ്സസ്, ബയോഡൈവേഴ്സിറ്റി, വാല്യൂ ആൻഡ് സർവീസ്, എനർജി റിസോഴ്സസ്, ഇത്ര ഏരിയാസ് കവർ ചെയ്യും. ബ്ലോക്ക് 3 ഇഷ്യൂസ് ആൻഡ് കൺസേൺസ്, ബയോഡൈവേഴ്സിറ്റി, അല്ലെ ത്രെറ്റ്സ്, കൺസർവേഷൻ, ദെൻ എൻവയോൺമെന്റൽ പൊല്യൂഷൻസ്, ഹസാർഡ്സ്, വേസ്റ്റ് മാനേജ്മെന്റ്, ഗ്ലോബൽ എൻവയോൺമെന്റൽ ഇഷ്യൂസ്, ഇത്ര ഏരിയാസ് കവർ ചെയ്യും. ബ്ലോക്ക് 4 പ്രൊട്ടക്ടിങ് എൻവയോൺമെന്റ്, അതിലെ എൻവയോൺമെന്റൽ ലെജിസ്ലേഷൻ, ഹ്യൂമൻ കമ്മ്യൂണിറ്റീസ് ആൻഡ് എൻവയോൺമെന്റ്, എൻവയോൺമെന്റൽ എത്തിക്സ്. ഇങ്ങനെ 4 ബ്ലോക്സ് ആണ് എൻവയോൺമെന്റൽ സ്റ്റഡീസിൽ നമ്മൾ കവർ ചെയ്യുന്നുണ്ടാവും. നെക്സ്റ്റ് വൺ BEGL 136 ഇംഗ്ലീഷ് അറ്റ് വർക്ക് പ്ലേസ്. അതിൽ നമുക്ക് 4 ക്രെഡിറ്റ്സ് ആണ്, 4 ബ്ലോക്സ് ഉണ്ടായിരിക്കും. ടോട്ടൽ 16 യൂണിറ്റ്സ് ആയിരിക്കും കവർ ചെയ്യുന്നുണ്ടാവും. ബ്ലോക്ക് 1 എക്സ്പ്ലോറിംഗ് ജോബ് മാർക്കറ്റ് ആണ് കവർ ചെയ്യുന്നത്. അതിൽ പ്രൊഫൈലിംഗ്,
oneself for the job, അതുപോലെ searching for a job, responding to job ads, preparing for the job. ഇത്ര ഏരിയാസ് ആണ് ജോബ് മാർക്കറ്റിനെ എക്സ്പ്ലോർ ചെയ്യുന്ന ഏരിയാസ് ആണ്. ബ്ലോക്ക് 2ലേക്ക് വരുമ്പോൾ പ്രിപ്പറേഷൻ ഫോർ ഇന്റർവ്യൂ, അതിൽ യൂസിങ് ബോഡി ലാംഗ്വേജ് എഫക്റ്റീവ്ലി, പോർട്ട്ഫോളിയോ മേക്കിംഗ്, റൈറ്റിംഗ് യുവർ CV, then preparing to face an interview. ഇത്ര ഏരിയാസ് കവർ ചെയ്യും. ബ്ലോക്ക് 3യിൽ വരുമ്പോൾ സ്കിൽസ് ഫോർ വർക്ക് പ്ലേസ് 1, അതിൽ എറ്റിക്യൂ, കൾച്ചറൽ അവയർനെസ്, അണ്ടർസ്റ്റാൻഡിങ് കസ്റ്റമേഴ്സ്, എസെൻഷ്യൽസ് ഓഫ് കസ്റ്റമർ സർവീസ്, വർക്ക് എത്തിക്സ്, ഈ ഇത്രയും കാര്യങ്ങളായിരിക്കും കവർ ചെയ്യുന്നത്. ബ്ലോക്ക് 4ലേക്ക് വരുമ്പോൾ സ്കിൽസ് ഫോർ വർക്ക് പ്ലേസ് 2, അതിൽ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ഡിസ്കഷൻ, മേക്കിംഗ് പ്രസന്റേഷൻ, റൈറ്റിംഗ് ബിസിനസ് ലെറ്റേഴ്സ്, റൈറ്റിംഗ് ബിസിനസ് ഇമെയിൽസ്, ഇത്ര ഏരിയാസ് ആണ് കവർ ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ FEG 02. ഇനി നമ്മൾ സെമസ്റ്റർ 2ലേക്കാണ് പോകുന്നത്. സെമസ്റ്റർ 2ല് ഫൗണ്ടേഷൻ കോഴ്സ് ഇൻ ഇംഗ്ലീഷ് 2ല് നമുക്ക് 4 ക്രെഡിറ്റ് ആണ്, 4 ബ്ലോക്സ് ഉണ്ടാവും, 24 യൂണിറ്റ്സ് ആണ് ടോട്ടലി കവർ ചെയ്യുന്നത്. അതിൽ ബ്ലോക്ക് 1 ഇംഗ്ലീഷ് 2 പാർട്ട് 1ല് റൈറ്റിംഗ് പാരഗ്രാഫ്സ്, പാരഗ്രാഫ് 1 and 2 2 പാർട്ടായിട്ടാണ് പാരഗ്രാഫ് റൈറ്റിങ്ങിനെ പറ്റി പഠിക്കാനുള്ളത്. ദെൻ റൈറ്റിംഗ് എ കോമ്പോസിഷൻ, എക്സ്പോർട്ടറി കോമ്പോസിഷൻ, നോട്ട് ടേക്കിംഗ് വരുന്നുണ്ട്, അതുപോലെ റൈറ്റിംഗ് റിപ്പോർട്ട്സ് ഓർ ഇവന്റ്സ്. ബ്ലോക്ക് 2ലേക്ക് വരുമ്പോൾ ആർഗ്യുമെന്റേറ്റീവ് കമ്പോണന്റ് 1, ആർഗ്യുമെന്റേറ്റീവ് കമ്പോണന്റ് 2, ദെൻ നോട്ട് ടേക്കിംഗ്, ടേബിൾസിന്റെ ബേസിസിൽ, ഡയഗ്രാം ബേസിസിൽ നോട്ട് ടേക്കിംഗ്, അതുപോലെ റിപ്പോർട്ട്സ്, മീറ്റിംഗ്, സ്പീച്ചസ്, പിന്നെ സമ്മറി റൈറ്റിംഗ് ആണ് പിന്നീട് കവർ ചെയ്യുന്നത് 2 പാർട്ടായിട്ട്. ഇനി ബ്ലോക്ക് 3ലേക്ക് വരുമ്പോൾ റൈറ്റിംഗ് പാരഗ്രാഫ് 3, പാരഗ്രാഫ് റൈറ്റിംഗിന്റെ തന്നെ ഡിഫറെന്റ് ലെവൽസ് ആയിരിക്കും കവർ ചെയ്യുന്നത്. ദെൻ നറേറ്റീവ് കോമ്പോസിഷൻ 1 and 2, റൈറ്റിംഗ് റിപ്പോർട്ട്സ്, ഇന്റർവ്യൂവിന് വേണ്ടിയിട്ടുള്ള റിപ്പോർട്ട്സ് കവർ ചെയ്യുന്നുണ്ട്, റൈറ്റിംഗ് റിപ്പോർട്ട്സ് ഫോർ സർവേ, ദെൻ റൈറ്റിംഗ് സമ്മറീസ് 3. ഇത്ര ഏരിയാസ് ആയിരിക്കും ഈ ഒരു ബ്ലോക്കിൽ കവർ ചെയ്യുന്നത്. ബ്ലോക്ക് 4ലേക്ക് വരുമ്പോൾ ഡിസ്ക്രിപ്റ്റീവ് കമ്പോണന്റ് 1 പേഴ്സൺസ്, ഡിസ്ക്രിപ്റ്റീവ് കമ്പോണന്റ് 2 പ്ലേസസ്, ഡിസ്ക്രിപ്റ്റീവ് കമ്പോണന്റ് 3 കണ്ടീഷൻസ്. ഇങ്ങനെ ഡിസ്ക്രിപ്റ്റീവായിട്ട് നമ്മൾ എഴുതാനുള്ള സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്ന, ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഏരിയ ആണ്. അതുപോലെ നോട്ട് ടേക്കിംഗ് 3, ദെൻ റൈറ്റിംഗ് റിപ്പോർട്ട്, റൈറ്റിംഗ് സമ്മിങ്, ഇത്ര ഏരിയാസ് ആയിരിക്കും ബ്ലോക്ക് 4ൽ കവർ ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ നമ്മളുടെ പ്രോഗ്രാമിംഗ് പേപ്പർ ആണ് MCS 201, പ്രോഗ്രാമിംഗ് ഇൻ C and Python. ടോട്ടൽ 4 ക്രെഡിറ്റ്സ് ആണ്, 4 ബ്ലോക്സ് ആണ്, 16 യൂണിറ്റും ആണ് ഇതിൽ കവർ ചെയ്യുന്നത്. അതിൽ ബ്ലോക്ക് 1 ഇൻട്രൊഡക്ഷൻ ടു C, ഇതിൽ നമ്മൾ ഈ ഒരു പേപ്പറിൽ സിയും അതുപോലെ പൈത്തണും രണ്ടും പഠിക്കുന്നുണ്ട്. ഇൻട്രൊഡക്ഷൻ ടു സിയിൽ പ്രോഗ്രാമിംഗ് ഫണ്ടമെന്റൽസ്, ഡേറ്റ ടൈപ്പ്, ഓപ്പറേറ്റേഴ്സ്, ഡിസിഷൻസ് ആൻഡ് ലൂപ്പ് കൺട്രോൾ, അറേസ് ആൻഡ് സ്ട്രിംഗ്, ഇത്ര ഏരിയ കവർ ചെയ്യും. ബ്ലോക്ക് 2ലേക്ക് വരുമ്പോൾ അഡ്വാൻസ്ഡ് C ഫീച്ചേഴ്സ് ആണ്, അതിൽ ഫങ്ഷൻസ്, സ്ട്രക്ചർ ആൻഡ് യൂണിറ്റ്, പോയിന്റേഴ്സ്, ഫയൽ ഹാൻഡിലിംഗ്, ഇത്ര ഏരിയാസ് കവർ ചെയ്യും. ബ്ലോക്ക് 3ല് പൈത്തൺ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇൻട്രൊഡക്ഷൻ ടു പൈത്തൺ, ഡേറ്റ സ്ട്രക്ചേഴ്സ് ആൻഡ് കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ്, ഫങ്ഷൻസ് ആൻഡ് ഫയൽ ഹാൻഡ്ലിംഗ്, മൊഡ്യൂൾസ് ആൻഡ് പാക്കേജസ്. ഇനി ബ്ലോക്ക് 4ലേക്ക് വരുമ്പോൾ അഡ്വാൻസ് പൈത്തൺ, അതിൽ ക്ലാസസ് ഇൻ പൈത്തൺ, എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് ഇൻ പൈത്തൺ, പൈത്തൺ അഡ്വാൻസ് കോൺസെപ്റ്റ്സ്, ഡേറ്റ ആക്സസ് യൂസിങ് പൈത്തൺ, ഇത്ര ഏരിയാസ് ആയിരിക്കും കവർ ചെയ്യുന്നത്. നെക്സ്റ്റ് സബ്ജക്ട് MCS 202 കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ, 4 ക്രെഡിറ്റ്സ് വരിക, 4 ബ്ലോക്സ് ഉണ്ടാവും, 16 യൂണിറ്റ്സ് ആയിരിക്കും ഈ ഒരു പേപ്പറിൽ നമുക്ക് കവർ ചെയ്യുന്നത്. അതില് ബ്ലോക്ക് 1 ഡേറ്റ ആൻഡ് ലോജിക്, എ കമ്പ്യൂട്ടർ സിസ്റ്റം, അതുപോലെ ഡേറ്റ റെപ്രസെന്റേഷൻ, ലോജിക് സർക്യൂട്ട്സിന്റെ ഇൻട്രൊഡക്ഷൻ കാണും, ലോജിക് സർക്യൂട്ട്, അതിൽ സീക്വൻഷ്യൽ ലോജിക് സർക്യൂട്ട്, ഇത്ര ഏരിയ ബ്ലോക്ക് 1ൽ കവർ ചെയ്യും. ബ്ലോക്ക് 2ലേക്ക് വരുമ്പോൾ മെമ്മറി ആൻഡ് ഇൻപുട്ട് ഔട്ട്പുട്ട്, അതിൽ മെമ്മറി സിസ്റ്റം, അഡ്വാൻസ് മെമ്മറി ഓർഗനൈസേഷൻ, ഇൻപുട്ട് ഔട്ട്പുട്ട് ഓർഗനൈസേഷൻ, ഡിവൈസ് ടെക്നോളജി, ഇത്ര ഏരിയ കവർ ചെയ്യും. ബ്ലോക്ക് 3ല്
പ്രോസസ്സിംഗ് യൂണിറ്റ് അതിൽ ഇൻസ്ട്രക്ഷൻ സെറ്റ് ആർക്കിടെക്ചർ, രജിസ്റ്റേഴ്സ്, എക്സിക്യൂഷൻ, ദ കൺട്രോൾ യൂണിറ്റ്, റിസ്ക് ആർക്കിടെക്ചർ, ഇത്രയില് കവർ ചെയ്യും. ബ്ലോക്ക് 4 മൈക്രോ പ്രോസസർ, അതിൽ മൈക്രോ പ്രോസസർ ആർക്കിടെക്ചർ, ഇൻട്രൊഡക്ഷൻ ടു അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാമിംഗ്, ദെൻ അഡ്വാൻസ്ഡ് ആർക്കിടെക്ചർ. നെക്സ്റ്റ് സബ്ജക്ട് MCS 203 ഓപ്പറേറ്റിംഗ് സിസ്റ്റം. 4 ക്രെഡിറ്റ്സ് ആണ്, 4 ബ്ലോക്സ് ആണ്, 15 യൂണിറ്റ്സും ആണ് ഇവിടെ കവർ ചെയ്യുന്നത്. അതിൽ ബ്ലോക്ക് 1 OS ഇൻട്രൊഡക്ഷൻ ആൻഡ് പ്രോസസ്സിംഗ്, അതിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഓവർവ്യൂ, പ്രോസസ്സർ, അതുപോലെ തന്നെ ഇന്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് സിങ്ക്രണൈസേഷൻ, ഡെഡ് ലോക്ക്, ഇത്രയാണ് ബ്ലോക്ക് 1 കവർ ചെയ്യുന്നത്. ബ്ലോക്ക് 2 വരുമ്പോൾ മെമ്മറി ആൻഡ് ഫയൽസ്, അതിൽ മെമ്മറി മാനേജ്മെന്റ്, വെർച്വൽ മെമ്മറി, ഇൻപുട്ട് ഔട്ട്പുട്ട് ആൻഡ് ഫയൽ മാനേജ്മെന്റ്, സെക്യൂരിറ്റി ആൻഡ് പ്രൊട്ടക്ഷൻ. ബ്ലോക്ക് 3 അഡ്വാൻസ്ഡ് ടോപ്പിക്, അതിൽ മൾട്ടി പ്രോസസർ സിസ്റ്റം, ഡിസ്ട്രിബ്യൂട്ടഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഇത്ര ഏരിയ കവർ ചെയ്യും. ഇനി ബ്ലോക്ക് 4 കേസ് സ്റ്റഡീസ്, അതിൽ കേസ് സ്റ്റഡി 1 വിൻഡോസ് 10, അതുപോലെ ലിനക്സ്, അത് കൂടാതെ നമുക്ക് ആൻഡ്രോയിഡ്, iOS തുടങ്ങിയ മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസും കവർ ചെയ്യുന്നു. ഇനി 2 ലാബാണ് സെക്കൻഡ് സെമ്മിൽ വരുന്നത്. ഫസ്റ്റ് വൺ MCSL 204 വിൻഡോസ് ആൻഡ് ലിനക്സ് ലാബ്, OS ലാബാണ്, 2 ക്രെഡിറ്റ്സ് വരുന്നു. MCSL 205 C ആൻഡ് പൈത്തൺ ലാബാണ്, 2 ക്രെഡിറ്റ്സ് ആണ് അലോട്ട് ചെയ്തിട്ടുള്ളത്. അപ്പം OS ലാബ് നോക്കുമ്പോൾ സെഷൻ 1 വിൻഡോസ് 10 കവർ ചെയ്യുന്നു. വിൻഡോസിന്റെ സൈലന്റ് ഫീച്ചേഴ്സ്, ജനറൽ ഗൈഡ് ലൈൻസ് ആൻഡ് ലാബ് അസൈൻമെന്റ്സ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സെഷൻ 2 ലിനക്സ് ലാബ് ആണ്, അതിൽ കേർണൽ ആൻഡ് ദ ഷെൽ, ലിനക്സ് കമാൻഡ്സ്, ഇൻട്രൊഡക്ഷൻ ടു ഷെൽ പ്രോഗ്രാമിംഗ്. MCSL 205 പ്രോഗ്രാമിംഗ് ലാബില് സെഷൻ 1 C പ്രോഗ്രാമിംഗ് ആണ്, അതിൽ C പ്രോഗ്രാമിംഗ് യൂസിങ് ബോർലാൻഡ് കമ്പൈലർ, യൂസിങ് C വിത്ത് യുണിക്സ്, ലിസ്റ്റ് ഓഫ് ലാബ് അസൈൻമെന്റ്സ് സെഷൻ വൈസ് ഉണ്ടാവും. ഇനി സെഷൻ 2 പൈത്തൺ ലാബാണ്, അതിൽ വർക്കിംഗ് വിത്ത് പൈത്തൺ, റണ്ണിങ് പൈത്തൺ പ്രോഗ്രാംസ്, അതുപോലെ ലിസ്റ്റ് ഓഫ് ലാബ് അസൈൻമെന്റ്സ് ഉണ്ടാവും. അപ്പം നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊന്ന് സമ്മപ്പ് ചെയ്യുവാണെങ്കിൽ നമുക്ക് നോക്കാം എങ്ങനെ വരും എന്നുള്ളത്. ഇപ്പം ഫസ്റ്റ് സെമ്മിൽ കവർ ചെയ്യുന്ന BCS 011 കമ്പ്യൂട്ടർ ബേസിക്സ് ആൻഡ് PC സോഫ്റ്റ്വെയർ, ടോട്ടൽ 3 ക്രെഡിറ്റ് ആണ് വരുന്നത്, 12 യൂണിറ്റ് ഉണ്ട്, 4 ക്രെഡിറ്റ്സ്. BCS 012 മാത്തമാറ്റിക്സ്, 4 ബ്ലോക്സ്, 16 യൂണിറ്റ്സ്, 4 ക്രെഡിറ്റ്സ്. BCSL 013 കമ്പ്യൂട്ടർ ബേസിക്സ് ആൻഡ് PC സോഫ്റ്റ്വെയർ ലാബ്, 1 ബ്ലോക്ക് ആണ് വരുന്നത്, 6 യൂണിറ്റ്സ് ഉണ്ടാവും, 2 ക്രെഡിറ്റ്സ്. നെക്സ്റ്റ് വൺ BVA 181 എൻവയോൺമെന്റൽ സ്റ്റഡീസ്, 4 ബ്ലോക്സ്, 14 യൂണിറ്റ്സ്, 4 ക്രെഡിറ്റ്സ്. നെക്സ്റ്റ് വൺ BGLA 136 ഇംഗ്ലീഷ് അറ്റ് വർക്ക് പ്ലേസ്, 4 ബ്ലോക്സ്, 16 യൂണിറ്റ്സ്, 4 ക്രെഡിറ്റ്സ്. നെക്സ്റ്റ് വൺ സെം 2 ആണ് ഇനിയും തൊട്ട് നമ്മൾ നോക്കുന്നത്, FEG 02 ഫൗണ്ടേഷൻ കോഴ്സ് ഇൻ ഇംഗ്ലീഷ് 2, 4 blocks, 24 units, 4 credits. Second one, MCS 201, Programming in C and Python, 4 blocks, 16 units, 4 credits. Next one, MCS 202, Computer Organization, 4 blocks, 16 unit, 4 credits. അപ്പം നമ്മളുടെ ഫൗണ്ടേഷൻ സ്കില്ല് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന പേപ്പേഴ്സ് ആണ്. ഫസ്റ്റ് വൺ ഇംഗ്ലീഷിന്റെ സബ്ജക്ട്സുകൾ, ഫസ്റ്റ് സെമ്മിൽ കവർ ചെയ്യുന്ന BGLA 136, സെക്കൻഡ് സെമ്മിൽ വരുന്ന FEG 02, അതുപോലെ എൻവയോൺമെന്റൽ സ്റ്റഡീസ് എബിലിറ്റി എൻഹാൻസ്മെന്റിന് ആഡ് ചെയ്തിട്ടുള്ള, അതുപോലെ തന്നെ BCS 012 മാത്തമാറ്റിക്സ്. ഇനി കോർ കമ്പ്യൂട്ടിംഗ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന പേപ്പേഴ്സ് ആണ് BCS 011 കമ്പ്യൂട്ടർ ബേസിക്സ് ആൻഡ് PC സോഫ്റ്റ്വെയർ, അതുപോലെ MCS 202 കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ. ലോജിക് ആൻഡ് എക്സിക്യൂഷൻ എൻഹാൻസ് ചെയ്യാനാണ് MCS 203 ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ് ഓൾസോ MCS 201 C ആൻഡ് പൈത്തൺ. ഇനി അപ്ലൈഡ് ആപ്ലിക്കേഷൻസ് കവർ ചെയ്യുന്ന ലാബ് സെഷൻസ് 3 ലാബാണ് ഫസ്റ്റ് ഇയറിൽ കവർ ചെയ്യുന്നത്. BCSL 013 കമ്പ്യൂട്ടർ ബേസിക്സ് ലാബ്, അതുപോലെ MCSL 204 OS ലാബ്, MCSL 205 പ്രോഗ്രാമിംഗ് ഇൻ C ആൻഡ് പൈത്തൺ ലാബ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സിലബസ് ഓറിയന്റഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക്
ഇൻ ഡെപ്തിലേക്ക് നല്ല രീതിയിൽ പഠിച്ച് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ സിലബസ് അണ്ടർസ്റ്റാൻഡിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അടുത്തതായിട്ട് നമ്മളുടെ അസൈൻമെന്റ് കംപ്ലീഷനും അതുപോലെ തന്നെ പ്രോഗ്രാം കംപ്ലീഷൻ, നമ്മളുടെ ലേൺവൈസ് ആപ്പിൽ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് എന്തൊക്കെയാണ്, അതെങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം, ഇതിനെ പറ്റിയിട്ടൊക്കെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ദുർഗ മാമിനെ ഇൻവൈറ്റ് ചെയ്യാണ്. ഓവർ ടു യു മാം. വെൽക്കം ബാക്ക് ടു അവർ ഓറിയന്റേഷൻ പ്രോഗ്രാം. ഇൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സെമസ്റ്ററിലെ സബ്ജക്ട്സുകൾ ഏതൊക്കെയാണെന്നുള്ളതും നമ്മുടെ സിലബസ് എന്താണെന്നുള്ളതിനെ കുറിച്ചും അർച്ചന മാം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഒരു ഐഡിയ അവൈലബിൾ ആക്കി തന്നിട്ടുണ്ട്. ഇത് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ അസൈൻമെന്റ്സും അതുപോലെ തന്നെ ടേം ആൻഡ് എക്സാമിനേഷനെ കുറിച്ചുമാണ്. നമ്മുടെ സിലബസിന്റെ ഒരു മേജർ പാർട്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എത്രത്തോളം നമ്മൾ ഒരു സിലബസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടോ അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് അസൈൻമെന്റ്സ് എന്നുള്ളത്. സോ നമുക്ക് അസൈൻമെന്റ്സിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഓരോ സെമസ്റ്ററിലും എത്ര സബ്ജക്ട്സുകളാണോ വരുന്നത്, ആ ഓരോ സബ്ജക്ട്സിനും നമ്മൾ അതിൻ്റെതായിട്ടുള്ള ഒരു അസൈൻമെന്റ്സ് നമ്മളുടേതായിട്ടുള്ള ഹാൻഡ് റിട്ടൺ ഫോർമാറ്റിൽ പ്രിപ്പയർ ചെയ്യുകയും അത് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ള സ്റ്റഡി സെന്ററിൽ ഒരു ഡ്യൂ ഡേറ്റിനകത്ത് നമ്മൾ സബ്മിറ്റ് ചെയ്യുകയും ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ എക്സാംസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റഡീസ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നുള്ളൂ. സോ നമുക്ക് ഇപ്പം ജാനുവരി 2026 ബാച്ചിലുള്ള ലേണേഴ്സിന്റെ നിങ്ങളുടെ ഫസ്റ്റ് സെമസ്റ്റർ എക്സാംസ് വരുന്നത് ജൂണിലാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ അസൈൻമെന്റ്സ് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടി വരുന്നത് മാർച്ച് 31 മുന്നേ ആയിട്ടായിരിക്കും. അതല്ലാതെ തന്നെ നമ്മുടെ ഡ്യൂ ഡേറ്റ് കൺസേൺഡ് സ്റ്റഡി സെന്റേഴ്സിനെ കണക്ട് ചെയ്യുകയാണെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡേറ്റ് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ആ ഡ്യൂ ഡേറ്റിനകം നമ്മൾ സബ്മിറ്റ് ചെയ്തെങ്കിൽ മാത്രമേ ഈ പറയുന്ന പോലെ നമുക്ക് എക്സാംസ് രജിസ്റ്റർ ചെയ്യുന്നതിനും അതുപോലെ തന്നെ അത് അറ്റൻഡ് ചെയ്യുന്നതിനായിട്ടും സാധിക്കുന്നുണ്ടാവുള്ളൂ. അസൈൻമെന്റ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓൾറെഡി പറഞ്ഞ പോലെ ഹാൻഡ് റിട്ടൺ ഫോർമാറ്റിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന അസൈൻമെന്റ്സ് ആയിരിക്കണം. ഇത് സബ്മിറ്റ് ചെയ്തതിൽ നിന്നും നമുക്ക് പാസ് മാർക്ക് ആയിട്ട് നമ്മൾ സ്കോർ ചെയ്യേണ്ടത് ഔട്ട് ഓഫ് 100 35 ഈച്ച് എന്നുള്ള രീതിയിലായിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റിന്റെ ടേം ആൻഡ് എക്സാമിനേഷനിലേക്ക് വരുന്ന സമയത്തും ഔട്ട് ഓഫ് 100 നമ്മൾ 35 തന്നെയാണ് സ്കോർ ചെയ്യേണ്ടത്. സോ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് നമ്മൾ ഈ ഒരു അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാനായിട്ട് മിസ് ചെയ്ത് പോവുകയാണെങ്കിൽ അത് നമുക്ക് ആ ഒരു എക്സാം രജിസ്ട്രേഷനെയും അതുപോലെ തന്നെ നമ്മൾ ആ ഒരു എക്സാം അറ്റൻഡൻസിനെയും ബാധിക്കുന്നതാണ്. സോ മാക്സിമം നമ്മൾ ആ ഒരു കോഴ്സ് സിലബസിന് കൊടുക്കുന്ന ഒരു ഇമ്പോർട്ടൻസ് അസൈൻമെന്റ്സിനും കൊടുത്തു പോകാനായിട്ട് ശ്രമിക്കുക. അപ്പൊ നിങ്ങൾക്ക് മുന്നിലുള്ള ഒരു ഡൗട്ട് ആയിരിക്കും, എവിടെയാണ് നമ്മുടെ ഇഗ്നോയുടെ അസൈൻമെന്റ്സ് ക്വസ്റ്റ്യൻസ് അപ്ഡേറ്റ് ആവുന്നത്? ഒരു ലേൺ വൈസ് ലേണറെ സംബന്ധിച്ചിടത്തോളം പ്രോപ്പർ ആയിട്ട് മെന്റർ അല്ലെങ്കിൽ LSC ഫോളോ അപ്പ് ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് നിങ്ങളുടെ അസൈൻമെന്റ് ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിലും അതുപോലെ തന്നെ പേഴ്സണലി നിങ്ങൾക്ക് ഷെയർ ചെയ്ത് വരുന്നുണ്ടാവും. ബട്ട് നമ്മളിത് അറിഞ്ഞിരിക്കണം അല്ലെ, ഇൻഡിവിജ്വലി ഇതൊന്ന് എങ്ങനെയാണ് എവിടെയാണെന്നുള്ളത് നമ്മൾ സെൽഫായിട്ട് അതിനെക്കുറിച്ച് ഒരു അവയർനെസ് നമുക്ക് ഉണ്ടാവണം. സോ ഇതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് നമ്മുടെ ഇഗ്നോയുടെ സൈറ്റിൽ നിങ്ങൾ ഓൾറെഡി കൺഫർമേഷൻ മെയിൽ വന്ന ലേണേഴ്സ് ആണെങ്കിൽ ഓൾറെഡി നിങ്ങൾ സമർത്ഥിലൊക്കെ ലോഗിൻ ചെയ്തിട്ടുണ്ടാവും. സോ നമ്മൾ ഇഗ്നോയുടെ സൈറ്റിൽ ഈ ഒരു ഫോർമാറ്റിലായിരിക്കും നമുക്ക് ഓപ്പൺ ചെയ്യുന്ന സമയത്ത്, നമ്മുടെ ഇഗ്നോയുടെ സൈറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കൺസേൺഡ് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഫോൾഡറിൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അപ്ഡേറ്റ് ആയി വരുന്നുണ്ടാവും. ഇത് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ കൺസേൺഡ് മെന്റർ അല്ലെങ്കിൽ LSCനെ കണക്ട് ചെയ്യാവുന്നതാണ്. ദെൻ നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ ഇപ്പം സിലബസ് എന്താണെന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു അവൈലബിലിറ്റി അല്ലെങ്കിൽ ഒരു ഐഡിയ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുണ്ടാവും. ആൻഡ് ഓൾസോ അസൈൻമെന്റ്സിനെ കുറിച്ചും അതുപോലെ തന്നെ ടേം ആൻഡ് എക്സാമിനേഷനെ കുറിച്ചും ഒരു ഓവറോൾ ഐഡിയ നമുക്ക് അവൈലബിൾ ആയി. ഇനി നമ്മൾ ഇത് എങ്ങനെയാണ് കവർ ചെയ്തെടുക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു സിലബസ് എങ്ങനെ നമ്മൾ ഒരു 6 months കൊണ്ട് നമ്മൾ കവർ ചെയ്തെടുക്കും എന്നുള്ളത് ചിലരുടെ ഉള്ളിലെങ്കിലും അല്ലെങ്കിൽ ചില ലേണേഴ്സിലെങ്കിലും സ്റ്റിൽ ഇപ്പൊ പെൻഡിങ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും അല്ലെ. സോ അതിന്റെ ഒരു ആൻസർ എന്നുള്ളത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് നമ്മൾ മാക്സിമം നമ്മുടേതായിട്ടുള്ള ഒരു എഫേർട്ട് കൊണ്ടുവന്ന് അത് യൂസ് ചെയ്യുമ്പോഴായിരിക്കും നമ്മൾ റെഡി ഫോർ എക്സാം എന്നുള്ള രീതിയിലേക്ക് നമുക്ക് മാറാനായിട്ട് സാധിക്കുന്നത്. സോ അപ്പൊ നമുക്ക് എന്തൊക്കെ റിസോഴ്സസ് ആണ് ലേൺ വൈസ് ലേണേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, റിസോഴ്സ് കാറ്റലോഗ് എന്നുള്ള രീതിയിലേക്ക് നമുക്ക് നോക്കുകയാണെങ്കിൽ ഓൾറെഡി നിങ്ങളിൽ പലരും സ്റ്റഡീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ലേണേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ മെന്റർഷിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ലേണേഴ്സ് ആയിരിക്കും. സോ നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് അറിയാം, ആപ്പ് യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുള്ള ലേണേഴ്സ് ആണെങ്കിൽ നമുക്ക് ആസ് പെർ ടൈം ടേബിൾ ഒരു റെക്കോർഡിംഗ് സെഷൻസ് അഥവാ റെക്കോർഡഡ് ലെക്ചർ ക്ലാസ്സസ് നമുക്ക് അവൈലബിൾ ആണ്. ആ ഒരു ടൈം ടേബിൾ ബേസിസിന് നമ്മൾ ഫോളോ ചെയ്ത് പോകുന്ന റെക്കോർഡിംഗ് സെഷൻസിന് പുറമെ ഇപ്പൊ നിങ്ങൾ ഓൾറെഡി ഓറിയന്റേഷൻ സെഷൻസ് ആണ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനുശേഷം നിങ്ങൾക്ക് കൺസേൺഡ് സബ്ജക്ട്സിന്റെ ലൈവ് സെഷൻസ് അഥവാ ഡൗട്ട് ക്ലിയറൻസ് സെഷൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആവുന്നതായിരിക്കും. ആൻഡ് ഓൾസോ നോട്ട്സിന്റെ കാറ്റഗറിയിലേക്ക് വരുവാണെങ്കിൽ ഓരോ എന്താ പറയാ ലെസൺസ് വൈസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ടോപ്പിക് വൈസ് ആയിക്കോട്ടെ നിങ്ങൾക്ക് വാല്യൂ ആഡഡ് നോട്ട്സും അതുപോലെ തന്നെ എക്സാം സ്പെഷ്യൽ ഗൈഡ് അതായത് ഷോർട്ട് നോട്ട് കാറ്റഗറിയിലായിട്ടുള്ള നോട്ട്സുകളും അതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനെ ബേസ് ചെയ്തിട്ടുള്ള
നോട്ട്സുകളും നമുക്ക് അവൈലബിൾ ആണ്. ഇത് കൂടാതെ തന്നെ HB ESG തുടങ്ങിയ കാറ്റഗറീസിൽ വരുന്ന നോട്ട്സ് കൂടി നമുക്ക് അവൈലബിൾ ആണ്. ഇത് കൂടാതെ മോക്ക് ടെസ്റ്റുകൾ, അൺലിമിറ്റഡ് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ നമുക്ക് ആപ്പിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമ്മൾ ഓൾറെഡി ഇപ്പം ഡിസ്കസ് ചെയ്ത അസൈൻമെന്റ്സിന്റെ പാർട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ മുന്നിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും ഇത് എങ്ങനെ നമ്മൾ ആൻസർ ചെയ്യും, അല്ലെങ്കിൽ ആരാണ് നമ്മൾ ഈ ഒരു അസൈൻമെന്റ് എഴുതുന്നതിനായിട്ട് ഗൈഡ് ചെയ്യുന്നത്. ആസ് എ മെന്റർ സപ്പോർട്ട് എന്നുള്ളതിന്റെ അപ്പുറത്തേക്ക് നമുക്ക് ആപ്പിൽ തന്നെ അസൈൻമെന്റ് ഗൈഡ് ബുക്ക് എന്നുള്ള ഫോർമാറ്റിൽ നിങ്ങൾ എങ്ങനെ ആ ഒരു അസൈൻമെന്റ് ക്വസ്റ്റ്യൻസിനെ അപ്രോച്ച് ചെയ്യണം, എങ്ങനെയായിരിക്കണം അതിന്റെ ആൻസേഴ്സ് എഴുതേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്കൊരു വ്യൂ അവൈലബിൾ ആവുന്ന അസൈൻമെന്റ് ഗൈഡ് എന്നുള്ള രീതിയിലുള്ള ഒരു സപ്പോർട്ട് അവൈലബിൾ ആണ്. ആൻഡ് ഓൾസോ ഓരോ സബ്ജക്ട്സിന്റെയും അല്ലെങ്കിൽ ഓരോ സബ്ജക്റ്റിലും ഏത് ബ്ലോക്കിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ബ്ലോക്കുകൾ ഏതാണ് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ക്ലിയർ വ്യൂ അവൈലബിൾ ആവുന്ന PYQA അഥവാ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് വീഡിയോസ് ആൻഡ് ഡോക്യുമെന്റ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഇത് കൂടാതെ തന്നെ നമ്മുടെ സിലബസ് കംപ്ലീറ്റ് ആവുന്നിടത്തോളം കംപ്ലീറ്റ് ആയതിനു ശേഷം നമുക്ക് എങ്ങനെയാണോ നമ്മളൊരു ഇഗ്നോ എക്സാംസ്, അതായത് നിങ്ങൾ എങ്ങനെയാണോ എക്സാക്ട് ഇഗ്നോ എക്സാംസ് അറ്റൻഡ് ചെയ്യാനായിട്ട് പോകുന്നത് ആ ഒരു സെയിം 3 hours എക്സാം നമ്മൾ ഇവിടെ ഓൺലൈൻ ആയിട്ട് നിങ്ങൾക്ക് മോഡൽ എക്സാംസിന്റെ ഫോർമാറ്റിൽ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ എക്സാം രജിസ്ട്രേഷൻസ് ആയിക്കോട്ടെ, റീ രജിസ്ട്രേഷൻസ് ആയിക്കോട്ടെ, റിവാലുവേഷൻ രജിസ്ട്രേഷൻസ് ആയിക്കോട്ടെ, ഈ കാര്യങ്ങൾക്കൊക്കെ തന്നെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതിനായിട്ട് നമ്മുടെ രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള ഹെൽപ്പ് ഡെസ്കും അവൈലബിൾ ആണ്. ഇത് കൂടാതെ നമ്മളിൽ പലർക്കും ഉള്ള ഒരു ബുദ്ധിമുട്ടായിരിക്കും നമ്മുടെ പ്രസന്റേഷൻ, അതായത് നമ്മൾ എത്രത്തോളം നമ്മുടെ റിസോഴ്സസ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ പഠിച്ചു എങ്കിൽ പോലും അത് നമ്മൾ പേപ്പറിലേക്ക് പ്രസന്റ് ചെയ്യുക എന്നുള്ളതിൽ ചിലർക്കെങ്കിലും ഗ്രാമർ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്നുള്ളത് ചില സമയങ്ങളിൽ നമുക്കൊരു ബുദ്ധിമുട്ടാവാറുണ്ട് അല്ലെ. സോ അത് നമുക്ക് ഓവർകം ചെയ്യുന്നതിന് അല്ലെങ്കിൽ നിങ്ങളെ അതിലൊരു കോൺഫിഡൻസ് കൊണ്ടുവരുന്നതിനായിട്ടാണ് നമുക്ക് നമ്മുടെ ആപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം അഥവാ EEP എന്നുള്ള ഒരു ഫോൾഡേഴ്സ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ടാവും. അത് തന്നെ നമ്മുടെ ബേസിക് ലെവലായിട്ടും, അതായത് EEP 0.01 എന്നുള്ള രീതിയിലും അതുപോലെ തന്നെ സെക്കൻഡ് ലെവലിലേക്കുമുള്ള അഡ്വാൻസ്ഡ് ലെവൽ ആൻഡ് ബേസിക് ലെവൽ എന്നുള്ള രീതിയിൽ 2 ടൈപ്പ് ഓഫ് ഫോൾഡേഴ്സിലായിട്ട് നമുക്ക് ക്ലാസ്സസും അതുപോലെ തന്നെ ഡെയിലി പ്രാക്ടീസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസും വിത്ത് ലൈവ് സെഷൻസ് റെക്കോർഡിംഗ്സുമായിട്ട് നമുക്ക് അവൈലബിൾ ആയിരിക്കും. സോ ഇംഗ്ലീഷ് ഒരു പേടി സ്വപ്നമായിട്ട് കാണുന്ന ഏതെങ്കിലും ലേണേഴ്സ് ഇവിടെ ജോയിൻ ചെയ്തവരിലുണ്ട് എന്നുണ്ടെങ്കിൽ കൃത്യമായ രീതിയിൽ നിങ്ങൾ ആ ഒരു EEP ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നിടം വരെ നമുക്കത് കോൺഫിഡന്റ് ആക്കി എടുക്കാനായിട്ട് സാധിക്കുന്നുണ്ടാവും. സോ ഈ രീതിയിലുള്ള ഒരു വെൽ ബീയിങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടാണ് നമ്മുടെ ഒരു കരിയർ ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു BCA എന്നുള്ള ഒരു ഡ്രീം നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നതിനായിട്ട് ലേൺവൈസ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. സോ മാക്സിമം ഈ ഒരു റിസോഴ്സസ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സോ നിങ്ങൾക്ക് ഇവിടെ ഒരു കീ ടേക്ക് അവേസ് എന്നുള്ള രീതിയിലേക്ക് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കേണ്ടത്, അല്ലെങ്കിൽ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സെമസ്റ്ററിലെ ആ ഒരു സിലബസ് അർച്ചന മാം ഇവിടെ ഡിസ്കസ് ചെയ്തതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് നമ്മുടെ ആ ഒരു ഓവറോൾ സബ്ജക്ട്സ് അല്ലെങ്കിൽ ആ ഒരു ഓവറോൾ സിലബസിനെ സ്ട്രിക്ട് കോഴ്സസ് അല്ലെങ്കിൽ ഒരു ബ്ലോക്സ് യൂണിറ്റ്സ് എന്നുള്ള രീതിയിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതും, അതുപോലെ തന്നെ സെമസ്റ്റർ 1 ആൻഡ് സെക്കൻഡിലേക്ക് വരുന്ന ഫൗണ്ടേഷണൽ തിയറി സബ്ജക്ട്സ് ആയിട്ടുള്ള മാത്സ്, ഇംഗ്ലീഷ്, എൻവയോൺമെന്റ് സ്റ്റഡീസ് തുടങ്ങിയ സബ്ജക്ട്സ് നമുക്ക് കൃത്യമായ രീതിയിൽ ഒരു ഫൗണ്ടേഷൻ അവൈലബിൾ ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന C, Python, OS തുടങ്ങി കമ്പ്യൂട്ടർ ലോജിക് റിലേറ്റ് ചെയ്ത് വരുന്ന സബ്ജക്ട്സും നമുക്ക് നോക്കാനായിട്ട് വരുന്നുണ്ട്. ആൻഡ് ഓൾസോ ലാബ് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ലാബ് ഇന്റഗ്രേഷൻ റിലേറ്റ് ചെയ്ത് വരുന്ന തിയറട്ടിക്കൽ കോഴ്സസ് ആയിട്ടുള്ള MCS 201 അതുപോലെ തന്നെ MCS 203 ഈ സബ്ജക്ട്സ് ഡയറക്ട്ലി നമുക്ക് ഈ പറയുന്ന ലാബ് കോഴ്സസ് ആയിട്ട് നമുക്ക് അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള അറിവ് അവൈലബിൾ ആവുന്നതിന് നമുക്ക് വരുന്ന സബ്ജക്ട്സുകളാണ്. ഇനി ഈ ഒരു സിലബസ് വോളിയം എന്നുള്ള രീതിയിലേക്ക് ഓൾറെഡി മാം ഡിസ്കസ് ചെയ്ത കാര്യം തന്നെയാണ്. ഇവിടെ ടോട്ടൽ 38 ക്രെഡിറ്റ്സ് ആണ് നമുക്ക് ഈ ഒരു 11 കോഴ്സസിലായിട്ട് നമുക്ക് ഫസ്റ്റ് ഇയറിലേക്ക് നമുക്ക് കവർ ചെയ്തെടുക്കാനായിട്ടുള്ളത്, അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു സിലബസിലൂടെ നമ്മൾ കവർ ചെയ്യേണ്ടതായിട്ട് വരുന്നത്. സോ ഇത് സ്ട്രക്ചേർഡ് ആയിട്ടുള്ള രീതിയിൽ ബ്ലോക്സുകളായിട്ടും യൂണിറ്റ്സുകളായിട്ടും നമുക്ക് അവൈലബിൾ ആക്കിയിട്ടുള്ളതാണ്. സോ നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ്, അതായത് ഈ പറയുന്ന പോലെ തന്നെ വീഡിയോ ക്ലാസ്സസ് ആയിക്കോട്ടെ, നോട്ട്സ് ആയിക്കോട്ടെ, ഈ പറയുന്ന കാര്യങ്ങളെല്ലാം യൂസ് ചെയ്തുകൊണ്ട് മാക്സിമം നിങ്ങളുടെ പവർ ആ ഒരു സ്റ്റഡീസിലേക്ക് യൂസ് ചെയ്ത് പോകാനായിട്ട് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഇംപ്ലിമെന്റേഷൻ കൂടി വരേണ്ടതായിട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് ഒരു ക്ലിയർ വ്യൂ അവൈലബിൾ ആയിട്ടുണ്ടെന്ന് കരുതുന്നു. ദെൻ നമ്മൾ ഫസ്റ്റ് ഇനോഗ്രേഷൻ സെഷൻ മുതൽ നിങ്ങളോട് റിമൈൻഡർ ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മുടെ ന്യൂ ഹൊറിസോൺ ഹോം എന്നുള്ളത്. ആസ് എ ന്യൂ ലേണർ എന്നുള്ള രീതിയിൽ നിങ്ങളെ ലേൺ വൈസിന് മനസ്സിലാവുന്നതിനായിട്ട്, അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് സപ്പോർട്ടാണ് നിങ്ങളിലേക്ക് ലേൺ വൈസിൽ നിന്നും എത്തേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ക്ലിയർ വ്യൂ അവൈലബിൾ ആവുന്ന
ഒരു ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഒരു ഫോമാണ് ഈ പറയുന്ന ന്യൂ ഹൊറിസോൺ ഫോം എന്നുള്ളത്. സോ ആരെങ്കിലും ഇതുവരെ ഇത് ഫില്ല് ചെയ്യാത്തതായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ടും അത് ഫില്ല് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ആർക്കെങ്കിലും ഇത് ഷെയർ ചെയ്ത് അവൈലബിൾ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൺസേൺഡ് മെന്റർ ആൻഡ് LSEസിനെ കണക്ട് ചെയ്യുവാണെങ്കിൽ അത് നിങ്ങൾക്ക് അവൈലബിൾ ആവുന്നതായിരിക്കും. മസ്റ്റ് ആയിട്ടും ഇത് എല്ലാവരും ഫില്ല് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഇനി നമ്മൾ ഇതുവരെ ഓൾറെഡി ഞാൻ പറഞ്ഞ പോലെ കണ്ടിന്യൂസ്ലി ഒരു 2 വീക്സ് ആയിട്ട് നമ്മൾ നിങ്ങളുടെ ഓറിയന്റേഷൻസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ. സോ അതിന്റെ ഒരു ഫിനാലെ എന്നുള്ള രീതിയിലേക്ക് കമ്മിങ് വീക്കിൽ, അതായത് കമ്മിങ് 24th to 28th നമുക്ക് ഈ പറയുന്ന റാപ്പ് സെഷൻ ആണ്. സോ ഇതിൽ ഏതെങ്കിലും ഒരു ദിവസം ആയിരിക്കും നിങ്ങളുടെ BCA ലേണേഴ്സിന്റെ റാപ്പ് സെഷൻ ആയിട്ട് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ടാവുക. സോ ആ ദിവസം ഇതുവരെ നിങ്ങൾ എങ്ങനെയാണോ ആക്റ്റീവായിട്ട് നിങ്ങളുടെ ഓറിയന്റേഷൻ പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ളത്, അതുപോലെ തന്നെ കുറച്ചുകൂടി, അതായത് കുറച്ച് ഇന്ററാക്റ്റീവ് സെഷൻ ആണെന്ന് കൂടി നമുക്ക് പറയാം. ഒരു ഓഫ്ലൈൻ കോളേജ് ഒരു നേച്ചർ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരിക, അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള ഒരു ഇന്ററാക്ഷൻ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു റാപ്പ് സെഷൻ കണ്ടക്ട് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ നമ്മൾ ഇനോഗ്രേഷൻ സെഷനിലൊക്കെ ഇവിടെ ലേൺവൈസിന്റെ ഭാഗത്ത് നിന്നും ഇൻഫോം ചെയ്തിരുന്നു, ഒരു കോമ്പറ്റീഷൻ പോലെ ഒരു കാര്യം ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പം ആ ഒരു ബെസ്റ്റ് ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ലേണറെ സെലക്ട് ചെയ്ത് അനൗൺസ് ചെയ്യുന്നത് കൂടി ഈ ഒരു റാപ്പ് സെഷനിലായിരിക്കും. സോ മാക്സിമം എല്ലാവരും സ്റ്റാർട്ടിങ് മുതൽ എങ്ങനെയാണോ ആക്റ്റീവേറ്റ് ആയിട്ട് അല്ലെങ്കിൽ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തത് അതുപോലെ തന്നെ ആ ഒരു പാർട്ടിസിപ്പേഷൻ ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. സോ ഇത്രയാണ് നമ്മുടെ ഈ ഒരു ഇന്നത്തെ സെഷനിൽ നമുക്ക് പറയാനായിട്ടുള്ളത്. ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.